ആലപ്പുഴയിൽ നവകേരള ബസിന് കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ഗൺമാനെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി. തനിക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതിയാണ് അംഗരക്ഷകർ ഇടപെട്ടത്. ചാടി വീണ ആളെ തള്ളിമാറ്റുന്നത് കണ്ടിരുന്നു. യൂണിഫോമിലുള്ള പോലീസുകാർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ പ്രതിഷേധക്കാരുടെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങ് വരികയാണ്. അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത്. അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത്. അയാൾ തള്ളി മാറ്റുന്നുണ്ട്. അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത്. അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ്. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി വിജയൻ ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എല്ലാവരെയും തല്ലിയൊതുക്കി ഭരിക്കാമെന്ന തോന്നൽ വേണ്ട. അധികാരത്തിന്റെ ധാർഷ്ട്യത്താൽ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റി. കൂടെയുള്ള മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ മറക്കരുതെന്നും VD സതീശൻ പറഞ്ഞു. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിൻ്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ എസ്കോർട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത്. 2 കുട്ടികളെയാണ്, 2 വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരാക്രമിച്ചത്. മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ്. പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടുനടക്കുന്നത്. സമനില തെറ്റി എന്ന് മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണമെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഗുണ്ടകളും ക്രിമിനലുകളുമാണെന്ന് K. സുധാകരൻ പറഞ്ഞു. SFIയുടെ പിള്ളേരല്ല, DYFIയുടെ ഗുണ്ടകളല്ല, അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നിൽക്കുന്ന അനിൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ലാത്തി എടുത്ത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ പോയി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ബോഡി ഗാർഡ് ആരാണെന്ന് കണക്കൂട്ടാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ? സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമം എന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. യുവജന സംഘടനകൾക്കെതിരെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സിന് എതിരെ ഇന്നലെ ആലപ്പുഴയിലൊക്കെ ഉണ്ടായ മർദ്ദനം, അത് വാർത്താമാധ്യമങ്ങളിലൊക്കെ കണ്ട് ഇരിക്കുന്ന ആർക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ കാര്യം ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു അവസരവും അവകാശവും ഗവൺമെൻറ് നിഷേധിക്കുന്നത് ശരിയല്ല. അവർ തന്നെ ഗവർണർക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.